Hi friends, good morning. Friends, I am so happy today because you are so consistent in learning English and so you are so interested in practicing English with me. So I am so happy. Then I would like to ask you a question. How do you feel right now? Or what's your present mood? അപ്പം നമ്മളോട് ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രസൻറ്റ് മൂഡ് ഒന്ന് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? അപ്പം നമ്മൾ ചില ദിവസം പറയാറില്ലേ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ, അല്ലേ? ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി ഔട്ട് സൈഡ്, സോ ഇറ്റ് ഈസ് വെരി കോൾഡ്, ഇറ്റ്സ് ചില്ലി ഔട്ട് സൈഡ്, റൈറ്റ്? സോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ക്ലിയർ അല്ലേ? യു നോ, ഐ ഫീൽ ഫുൾ അപ്പ് ഓൾ ദ ടൈം, റൈറ്റ്? ആൻഡ് ഐ ആം തിങ്കിങ് ഓഫ് കൺസൾട്ടിങ് എ ഡോക്ടർ, അല്ലേ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു സുഖമില്ല, ഐ ഫീൽ ഫുൾ അപ്പ് ഓൾ ദ ടൈം, എന്തോ ഒരു വയറ് നിറഞ്ഞ അവസ്ഥ, അല്ലേ? ഒരു സുഖമില്ലാത്ത അവസ്ഥ. പുറത്താണെങ്കിൽ മഴയും പെയ്യുന്നു, അല്ലേ? ആകെ മഴയും തണുപ്പും. നമുക്ക് ഒരാഴ്ചയായിട്ട് നമ്മൾക്കും അത്ര ഒരു സുഖമില്ല. അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് കൺസൾട്ടിങ് എ ഡോക്ടർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ്, ഓക്കെ? ഓർ നമ്മളുടെ പ്രസൻറ്റ് മൂഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 12ഉം സ്റ്റെപ്പ് 13ഉം ക്ലാസ് കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വീഡിയോ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് സ്റ്റെപ്പ് 12, സ്റ്റെപ്പ് 13 നന്നായിട്ട് വാച്ച് ചെയ്യാം. അതിലുപയോഗിക്കുന്ന അതേ ഒരുപാട് വേർഡ്സുകൾ ഞാൻ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനത് മനഃപൂർവ്വം യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ പഴയ ക്ലാസ്സിൽ പഠിച്ചത് നമ്മളുടെ ഇപ്പോഴത്തെ മെമ്മറി ആയിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പോകണം. റിവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഷാൽ വി സ്റ്റാർട്ട്, റൈറ്റ്? ദെൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ടെൽ യുവർ പ്രസൻറ്റ് മൂഡ്. നമ്മളുടെ പ്രസൻറ്റ് മൂഡ് പറയണം. ടെൽ യുവർ പ്രസൻറ്റ് മൂഡ്. അതിനുള്ള കാരണവും കൂടെ പറയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് കുറച്ചുകൂടി നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയാം. ഐ ആം ടെൻസ്. ഓക്കെ, ഐ ആം ടെൻസ് ബിക്കോസ് ഇപ്പം ഞാൻ ആകെ ടെൻഷനിലാണ്, അല്ലെങ്കിൽ ഐ ആം സ്ട്രെസ്ഡ്, അല്ലേ? സോ ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അല്ലേ? കാരണം എന്താ? ബിക്കോസ് ഐ ഹാവ് ടു സബ്മിറ്റ് ദിസ് റിപ്പോർട്ട് ടുഡേ ഇറ്റ് സെൽഫ് ആൻഡ് ഐ ആം നോട്ട് വെൽ. എനിക്ക് സുഖമില്ല. ഐ ആം നോട്ട് വെൽ, എനിക്ക് സുഖമില്ല. പിന്നെന്താ? എനിക്ക് ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? ഐ ഹാവ് ടു സബ്മിറ്റ് ദിസ് റിപ്പോർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. പക്ഷെ എന്താ? ഐ എം നോട്ട് വെൽ, എനിക്കാണെങ്കിൽ സുഖമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. ഐ എം ടെൻസ് ബിക്കോസ് ഐ ഹാവ് ടു സബ്മിറ്റ് ദിസ് റിപ്പോർട്ട് ടുഡേ ഇറ്റ് സെൽഫ് ആൻഡ് ഐ എം നോട്ട് വെൽ. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാരണം ഇവിടെ ആഡ് ചെയ്ത് പഠിക്കുക. ഈ സെൻറ്റൻസിന് പകരം വേറൊരു സെൻറ്റൻസ് ടെൻസ് ആവാനുള്ള കാരണം എന്താണെന്നും കൂടെ നിങ്ങൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുക. ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? നോ, ഐ ആം ടെൻസ് ബിക്കോസ് മൈ mother is not well. She is admitted in the hospital, or she was admitted in the hospital yesterday. So I am tense now, right? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ്, ഐ ആം ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിജ്ഞാസ ഉള്ളവനാണ്, ജിജ്ഞാസു. ഓക്കെ, സോ ഐ ആം ക്യൂരിയസ് ബിക്കോസ് കാരണം എന്താ? ഐ ലവ് ടു ലേൺ ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് വളരെ അറിയാനുള്ള ആഗ്രഹം വളരെ കൂടുതലുള്ള ആളാണ്. ഐ ആം ക്യൂരിയസ്, റൈറ്റ്? സോ ഐ ആം ക്യൂരിയസ് ബിക്കോസ് ഐ ലവ് ടു ലേൺ ന്യൂ തിങ്സ്, റൈറ്റ്? അപ്പം അതുപോലെ നിങ്ങൾ വേറൊരു കാരണം ഉണ്ടാക്കിയിട്ട് നിങ്ങളും പ്രാക്ടീസ് ചെയ്യാം. ദെൻ ഐ ആം എക്സൈറ്റഡ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ആവേശഭരിതനാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കിട്ടി. ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരം. എനിക്ക് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പ്രോഗ്രാം. ക്ലിയർ? അല്ലെങ്കിൽ എനിക്ക് പറയാം ബിക്കോസ് കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ആം അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാരണങ്ങളിലോ ഐ ഗോട്ട് പ്രൊമോഷൻ ബിക്കോസ് ഐ ഗോട്ട് പ്രൊമോഷൻ, എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഐ ഹാവ് ഗോട്ട് പ്രൊമോഷൻ, അങ്ങനെയും പറയാം. ക്ലിയർ? സോ
ഐ ആം എക്സൈറ്റഡ് ബിക്കോസ് ആ റീസൺ പഠിക്കാം. ഇനി ഇവിടെ ഐ ആം എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ പ്രസൻറ്റ് മൂഡല്ലേ പറയുന്നത്, ഐ ഫീൽ എന്നും പറയാം. എനിക്ക് തോന്നുന്നു, തോന്നുക എന്നുള്ള അർത്ഥമാണ് ഫീൽ. അപ്പോൾ ഐ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി. അപ്പോൾ ഐ ഫെൽറ്റ് സാഡ്, എനിക്ക് വളരെ ദുഃഖം തോന്നി. ക്ലിയർ? ഐ ഫെൽറ്റ് സോ സാഡ് അബൌട്ട് ദാറ്റ് ആക്സിഡൻറ്റ്. റൈറ്റ്? അപ്പോൾ നമുക്ക് ഐ ഫീൽ തോന്നുക എന്നുള്ളത് വെച്ചിട്ട് പറയാം. ക്ലിയർ? അപ്പോൾ നമുക്കൊന്ന് അതും കൂടെ ഒന്ന് മാറ്റി പഠിച്ചാലോ. ഐ ഫീൽ അഗ്രസീവ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് 12 സ്റ്റെപ്പ് 13 പഠിച്ച വേർഡുകളാണ് അല്ലേ. ഐ ഫീൽ അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ആ ഒരു ദേഷ്യം വന്ന് എന്ത് ചെയ്യണം എന്നുള്ള എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയുള്ളത് അല്ലേ. ഐ ഫീൽ അഗ്രസീവ്. അകപ്പാടെ ആരെ കിട്ടിയാലും അടിക്കാനുള്ള ഒരു മനോഭാവത്തോടെയാണ് നിൽക്കുന്നത്. ക്ലിയർ? സോ ഐ ഫീൽ അഗ്രസീവ്. ഐ ഒന്നും പറയട്ടോ. ഐ ഫീൽ അഗ്രസീവ് ബിക്കോസ് മൈ ഫ്രണ്ട്സ് ചീറ്റഡ് മീ. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ചീറ്റ് ചെയ്തു. ക്ലിയർ? കൂട്ടുകാരെ എന്നെ ചീറ്റ് ചെയ്തു. മൈ ഫ്രണ്ട്സ് ചീറ്റഡ് മീ. ഓക്കെ. ദേ കുഡിന്റ് കീപ് ദെയർ വേർഡ്സ്. കീപ് സംവൺസ് വേർഡ്സ്. ഓക്കെ. കീപ് ദ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുക. അപ്പോൾ ദേ കുഡിന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല, അവർക്ക് കഴിഞ്ഞില്ല. എന്ത്? കീപ് ദെയർ വേർഡ്സ്. അവർക്ക് അവിടെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അല്പം അഗ്രസീവ്, എനിക്ക് ആ ഒരു മൂഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ക്ലിയർ? ദെൻ ഐ ഫീൽ ആൻഷ്യസ് ബിക്കോസ് ഐ ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ. നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ആകെ ഒരു ആകാംക്ഷയിലുള്ളത്. ഐ ഫീൽ ആൻഷ്യസ് ബിക്കോസ് ഐ ഹാവ് ആൻ ഇൻ്റർവ്യൂ ടുമോറോ. ക്ലിയർ? ദെൻ ഐ ഫീൽ അപ്പോളജറ്റിക്. ഐ ഫീൽ അപ്പോളജറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ഷമ തോന്നുന്നത്, നമുക്കൊരു മാപ്പ് പറയണം തോന്നുന്നൊരവസ്ഥ. ഓക്കെ. ഐ ഫീൽ അപ്പോളജറ്റിക് ബിക്കോസ് ഐ ആക്സിഡൻ്റലി ഹേർട്ട് മൈ ഫ്രണ്ട്സ് ഫീലിങ്സ്. ഹേർട്ട് സംവൺസ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക, മുറിപ്പെടുത്തുക. ഹേർട്ട്. ഓക്കെ. അപ്പോൾ ഐ ഫീൽ അപ്പോളജറ്റിക് ബിക്കോസ് ഐ ആക്സിഡൻ്റലി ഹേർട്ട് മൈ ഫ്രണ്ട്സ് ഫീലിങ്സ്. എൻ്റെ കൂട്ടുകാരുടെ വികാരങ്ങളിൽ അവരെ ഞാൻ വേദനിപ്പിച്ചു, അത്ര തന്നെ. ക്ലിയർ? ദെൻ ഐ ഫീൽ ബ്ലിസ്ഫുൾ. ബ്ലിസ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ആനന്ദകരമായ ഒരു അവസ്ഥയാണ് കേട്ടോ. ബ്ലിസ്ഫുൾ. ഐ ഫീൽ ബ്ലിസ്ഫുൾ. ഐ ആം ബ്ലിസ്ഫുൾ. അപ്പം നമുക്കുള്ള ചെറിയ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അല്ലേ, നമ്മൾ വളരെ സന്തോഷവാന്മാരായിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക, ചില ആൾക്കാരുണ്ട്, ദേ ആർ സോ കണ്ടെൻറ്റഡ് വിത്ത് വാട്ട് ദേ ഹാവ്. അവർക്ക് ഉള്ളത് വെച്ച് അവരെപ്പോഴും സന്തോഷവാന്മാരായിരിക്കും. അതിന് വലിയ കാര്യങ്ങൾ തന്നെ സംഭവിക്കണം എന്നില്ല അല്ലേ. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾക്കുള്ള ചെറിയ സന്തോഷം അല്ലെ, ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പഠിക്കണം. സോ ബി കണ്ടെൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. കണ്ടെൻറ്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി അല്ലേ. ക്ലിയർ? ബി കണ്ടെൻറ്റഡ് വിത്ത് വാട്ട് യു ഹാവ്. നിങ്ങൾക്ക് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടുക, സംതൃപ്തി. ഓക്കെ. സോ ഐ ഫീൽ ബ്ലിസ്ഫുൾ ബിക്കോസ് ഐ ആം സ്പെൻഡിങ് ടൈം വിത്ത് മൈ ലവ്ഡ് വൺസ്. എൻ്റെ അല്ലെ, നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ട് സമയം ചെലവഴിക്കാനുള്ള ഒരു എന്താ പറയുക അനുഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ സമയം ചെലവഴിക്കാനുള്ള അവസരം നമ്മൾക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ആം സോ ബ്ലിസ്ഫുൾ. ഇതൊക്കെ നല്ല സെൻറ്റൻസുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം. ഐ ഫീൽ, കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. ഐ ഫീൽ ബ്ലിസ്ഫുൾ ബിക്കോസ് ഐ ആം സ്പെൻഡിങ് ടൈം വിത്ത് മൈ ലവ്ഡ് വൺസ്. റൈറ്റ്? ദെൻ ഐ ഫീൽ എക്സോസ്റ്റഡ്. ആകെ പരവേശനായിരിക്കുകയാണ്. ഐ ഫീൽ എക്സോസ്റ്റഡ്, ടയേർഡ്. റൈറ്റ്? ബിക്കോസ് മീൻസ് എന്തുകൊണ്ടെന്നാൽ, ബിക്കോസ് ഐ ഹാവ് ബീൻ വർക്കിംഗ് നോൺ സ്റ്റോപ്പ് ഓൾ വീക്ക്. ഈ ആഴ്ച മുഴുവൻ എനിക്ക് ഭയങ്കര വർക്കാണ്. ക്ലിയർ? ഹാവ് ബീൻ വർക്കിംഗ് നോൺ സ്റ്റോപ്പ്, നിർത്താതെ, ഓൾ വീക്ക്, ആഴ്ച മുഴുവൻ. ആഴ്ച തീർന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ മൺഡേ ടു സൺഡേ. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു ട്യൂസ്ഡേ വെൻസ്ഡേ ഒക്കെ ആയിരിക്കും ഇത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ ഫ്രൈഡേ ആയിരിക്കാം, ചിലപ്പോൾ സാറ്റർഡേ. ആഴ്ച അവസാനിച്ചിട്ടില്ല. ഓക്കെ. ഐ ബീൻ വർക്കിംഗ് നോൺ സ്റ്റോപ്പ് ഓൾ വീക്ക്. ഞാൻ ഈ ആഴ്ച മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ്. ഓക്കെ. ദെൻ ഐ ഫീൽ സിമ്പത്തറ്റിക്. ദയ, നമുക്കൊരു ദയ തോന്നുക. സിമ്പത്തറ്റിക്. ഓക്കെ. സിമ്പത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് അല്ലേ. സിമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരാളോട് ദയ തോന്നുകയാണ്. ക്ലിയർ? ഇനി എംപതി എന്ന് പറയുമ്പോൾ എന്താ, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ്, അതാണ് എംപത്തറ്റിക്. റൈറ്റ്? ദെൻ സിമ്പതി, നമുക്ക് അവരോട് ദയ തോന്നുകയാണ്. ഐ ഫീൽ സിമ്പത്തറ്റിക് ബിക്കോസ് മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം. എൻ്റെ ഫ്രണ്ട് ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് ത്രൂ, ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം. ഹി ഈസ് ഹാവിങ് എ ടഫ് ടൈം. റൈറ്റ്? അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഐ ആം ഹാവിങ് എ ടഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ,
എനിക്കിപ്പോൾ ഒരു നല്ല അവസ്ഥയല്ല, ഒരു നല്ല കാലമല്ല ഇപ്പോൾ. അപ്പോൾ ആ സമയത്ത് എന്താ പറയാം, ഐ ഫീൽ സാഡ് ബിക്കോസ് ഐ ആം ഹാവിങ് എ ടഫ് ടൈം. ഗ്രേറ്റ്, നല്ല സെൻറ്റൻസ് അല്ലേ? ഓക്കെ, അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞു കേട്ടോ. ഓക്കെ, റൈറ്റ്. ദെൻ ഐ ഫീൽ സാഡ് ബിക്കോസ് മൈ ബ്രദർ ട്രിപ്ഡ് ആൻഡ് ടംബിൾഡ് ടു ദ ഗ്രൗണ്ട്. ട്രിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശ്രദ്ധയില്ലാതെ നടക്കുമ്പോൾ, ഇഫ് യു ആർ സോ റെക്ലെസ് കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റെപ്പ് 12 ഉപയോഗിച്ചിട്ടുണ്ട്. റെക്ലെസ്, അശ്രദ്ധ അല്ലേ? നമ്മൾ ഇഫ് വി ആർ സോ റെക്ലെസ്, നമ്മൾ അശ്രദ്ധ ഉള്ളവരാണെങ്കിൽ, ഓക്കെ, നമ്മൾ നടക്കുമ്പോഴൊക്കെ കല്ലുകളൊക്കെ തട്ടി വീഴുക അല്ലേ, തട്ടി വീഴാൻ ശ്രമിക്കുകയാണ്. ട്രിപ്ഡ്, കാല് തട്ടി വീഴാൻ നിൽക്കുക. ട്രിപ്ഡ് ആൻഡ് ടംബിളിംഗ് മീൻസ് തെന്നി വീഴൽ. ഓക്കെ, ടംബിൾഡ് ടു ദ ഗ്രൗണ്ടിൽ തെന്നി വീണു. മനസ്സിലായി? ഇപ്പോൾ 2 വേർഡ് പുതുതായിട്ട് പഠിച്ചില്ലേ, ട്രിപ്ഡ് ആൻഡ് ടംബിൾഡ്. 2 വേർഡ് മാത്രമല്ല, ഒരുപാട് വേർഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ അല്ലേ. ബിക്കോസ് മൈ ബ്രദർ ട്രിപ്ഡ് ആൻഡ് ടംബിൾഡ് ടു ദ ഗ്രൗണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇത് ആദ്യം ഈ വേർഡ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 3-4 വേർഡ്സ് തരാം, നിങ്ങൾ അതുപോലെ ഇതുപോലെ ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തരട്ടെ. അപ്പോൾ ഐ ഫീൽ എക്സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പി കേട്ടോ, വെരി ഹാപ്പി. ഐ ഫീൽ വെരി ഹാപ്പി. നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ എളുപ്പത്തിന് ചെറിയ വേർഡാണ് തരുന്നത്. എക്സ്റ്റാറ്റിക്, ആ വേർഡിൻ്റെ മീനിങ്ങും പഠിക്കുക. വെരി ഹാപ്പി കാരണം എന്താണെന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾ തന്നെ എഴുതുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ബാക്കി നിങ്ങൾ ഫിൽ ചെയ്യണേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, നോട്ട് ഫിൽ അപ്പ്, ഫിൽ ഇൻ. ഓക്കെ, ദെൻ ഐ ഫീൽ, രണ്ടാമത്തത് കോൺഫിഡൻറ്റ്. ആത്മവിശ്വാസം തോന്നുന്നു. ഐ ഫീൽ കോൺഫിഡൻറ്റ്. വൈ? റീസൺ ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ഐ ഫീൽ ഗിൽറ്റി. എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. കാരണം എന്താ, അത് നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ ഐ ഫീൽ കോൾഡ്. കാരണം എഴുതുക. ഓക്കെ, ദെൻ ഇതുപോലെ വേണേ ഒന്നുകൂടെ തരാം. ഡിസപ്പോയിൻറ്റഡ്. ഐ ഫീൽ ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ്. ക്ലിയർ? ഇത്രയും നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യുക. ക്ലിയർ? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. പ്രാക്ടീസ് വെൽ.